ജയസൂര്യൻ സർ നമസ്കാരം. നമസ്കാരം. ന്യൂനപക്ഷം എന്നാൽ ഒരു പക്ഷം മാത്രമാണോ എന്നൊരു സംശയമാണ് നമുക്ക് ഉയരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ LDFും കോൺഗ്രസും ആ നിലപാടാണ് കുറച്ച് വർഷങ്ങളായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ വലിയ അതൃപ്തിയിലാണ് നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികൾ. പ്രത്യേകിച്ചും മുനമ്പം വിഷയത്തിൽ ഇരു മുന്നണികളും സ്വീകരിച്ച നിലപാടുകൾ അവരെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്, ദുഃഖിപ്പിച്ചിട്ടുണ്ട്. ഇത് പക്ഷേ ഏറ്റവും കൂടുതൽ ആഘാതം സൃഷ്ടിക്കുന്നത് കോൺഗ്രസിന് തന്നെയാണ്. പരമ്പരാഗതമായിട്ട് കോൺഗ്രസിൻ്റെ കൂടെ നിന്നുള്ള വലിയ ഒരു ക്രിസ്ത്യൻ സമൂഹം അവരെ കഴിയൊഴിയുകയാണോ എന്നുള്ളൊരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയല്ലേ? ഇപ്പോൾ ഗൗരവമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഇത്. കോൺഗ്രസും ക്രൈസ്തവരും തമ്മിലുള്ള ബന്ധം ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു രൂപപ്പെടുത്തിയെടുത്ത ഒരു ബന്ധമാണ്. അതിലൊരു സാമ്പത്തിക ശാസ്ത്രപരമായിട്ടുള്ള ചരിത്ര പശ്ചാത്തലം കൂടിയുണ്ട്. അതായത് രണ്ടാം ലോകമഹായുദ്ധത്തിൽ അമേരിക്ക ജയിച്ചു. അമേരിക്കൻ കറൻസി ലോക കറൻസിയായി അടിച്ചേൽപ്പിക്കപ്പെട്ടു. ആഗോള ഇടപാടുകളിലൊക്കെ അമേരിക്കൻ കറൻസി ആണ് ഇനി മുതൽ പ്രാബല്യത്തിൽ ഉണ്ടാവുക എന്നുള്ളത് ഒരു നിയമം പോലെ അന്താരാഷ്ട്ര തലത്തിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു. ആ സമയത്താണ് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്നത്. അപ്പോൾ ഒരു പുതിയ രാജ്യം, ദരിദ്ര രാജ്യം, വലിയ ജനസംഖ്യ എങ്ങനെ മുന്നോട്ട് പോകും? വിദേശ സഹായം തീർച്ചയായിട്ടും കിട്ടിയേ പറ്റൂ. അന്താരാഷ്ട്ര നാണയ ശേഖരം വർദ്ധിപ്പിച്ചേ പറ്റൂ. ഈ സാഹചര്യത്തിൽ വിദേശത്ത് നിന്ന് ഡോളർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ മുസ്ലിങ്ങൾക്ക് കഴിയില്ല. കാരണം അവർക്ക് അമേരിക്കൻ ചേരിയുമായി ബന്ധമില്ല. അപ്പോൾ ക്രൈസ്തവർക്ക് അത് സാധിക്കും. അപ്പൊ ക്രൈസ്തവ സഭകൾ ഇന്ത്യയിലെ സ്കൂള്, കോളേജ്, ആശുപത്രി, പള്ളി, സെമിനാരികൾ മുതൽ സെമിത്തേരികൾ വരെ പണിയാൻ വിദേശ സഹായം സ്വീകരിച്ചു. ഈ വിദേശ സഹായം അമേരിക്കൻ ഡോളറിൽ ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തി. ഇത് ഇന്ത്യക്ക് ഭാവിയിൽ അപകടകരമാവും, അത് വളരെ സൂക്ഷിക്കേണ്ടതാണെന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെ ചിലരൊക്കെ മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ ജവഹർലാൽ നെഹ്റു പറഞ്ഞു, എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഡോളർ വേണം. അപ്പൊ ഇന്ത്യയിലേക്ക് ഡോളർ വരാനുള്ള ബിസിനസ്, ഇൻഡസ്ട്രിയും കൃഷി മേഖലയൊന്നും നമ്മൾ ഡെവലപ്പ് ആയിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ കിട്ടുന്ന ഡോളർ നമുക്ക് സ്വന്തമാക്കുന്നതാണ് ബുദ്ധി. അങ്ങനെ അമേരിക്കൻ ഡോളർ ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിൽ വന്നത് കൺവേർട്ട് ചെയ്ത് ഇന്ത്യൻ റുപ്പി ആയിട്ട് മാറി ആണല്ലോ ഇവിടെ വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഒരു അമേരിക്കൻ ഡോളറിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കുറുക്കുവഴി എന്നുള്ള നിലയിൽ ഈ ക്രൈസ്തവ സഭകൾക്ക് വരുന്ന അമേരിക്കൻ ഡോളറിന്റെ കടന്നുവരവിനെ ജവഹർലാൽ നെഹ്റു സ്വാഗതം ചെയ്തു. ഇത് സാമ്പത്തിക ശാസ്ത്രപരമായിട്ട് ഇന്ത്യക്ക് ഗുണം ചെയ്യുന്നതാണ് എന്ന് അദ്ദേഹം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി. ഇത് സഭകളും നെഹ്റുവുമായി നല്ലൊരു ബന്ധം ഉണ്ടാക്കി. പകരം നെഹ്റു ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്. വെറുതെ അങ്ങോട്ട് അമേരിക്കൻ ഡോളർ ക്രൈസ്തവ സഭകൾക്ക് കൊടുക്കില്ല, പകരം നിങ്ങൾ വോട്ട് തരണം. അതായത് കോൺഗ്രസിനെ ജയിപ്പിക്കണം. ഏതായാലും ആ ഡീൽ നടപ്പാക്കപ്പെട്ടു. കോൺഗ്രസ്സുകാര് മഹാഭൂരിപക്ഷം പേരും ക്രൈസ്തവർ, അതായത് ക്രൈസ്തവർ മഹാഭൂരിപക്ഷം പേരും എന്ന് പറഞ്ഞാൽ 99.99 ക്രൈസ്തവരും കോൺഗ്രസ് അനുകൂലികളോ പ്രവർത്തകരോ വിശ്വാസികളോ ആയി മാറി. അങ്ങനെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ കൈകളിലേക്ക് എത്തി. ഇതിന്റെ ഒരു പ്രതിഫലനമാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നതും. ഇതിന്റെ പ്രതിഫലനമായിട്ടാണ് പിന്നീട് കേരളത്തിലെ പല സമുദായ സംഘടനകളും ശക്തിപ്പെട്ടതും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിന്റെ പശ്ചാത്തലമുണ്ട്. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ഏതായാലും ക്രൈസ്തവർ അന്ന് മുതൽ ഇന്ന് വരെ കോൺഗ്രസ് നേതൃത്വത്തെ പിന്തുണച്ചു. പിന്നീട് അത് ഇന്ദിരാഗാന്ധിയുടെ കാലത്തും രാജീവ് ഗാന്ധിയുടെ കാലത്തും ഒക്കെ ശക്തമായി. അത് സോണിയയുടെ കാലം വന്നപ്പോഴേക്കും ക്രൈസ്തവർക്ക് തോന്നി ഇത് നമ്മുടെ സ്വന്തമാണല്ലോ. കാരണം മാമോദീസ വെള്ളം വീണ ഒരു സ്ത്രീയാണല്ലോ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അധികാരി. അതുകൊണ്ട് നമ്മുടെ സ്വന്തം കോൺഗ്രസ്, കേരള കോൺഗ്രസിനേക്കാൾ കൂടുതൽ ആത്മബന്ധം അങ്ങനെ കോൺഗ്രസിനോടുണ്ടായി. പക്ഷേ ഒരു വ്യത്യാസമുള്ളത്, മുസ്ലിങ്ങളിൽ നിന്നും ക്രൈസ്തവർക്ക് ഒരു വ്യത്യാസമുള്ളത്, ക്രൈസ്തവർക്ക് എഴുത്തും വായനയും അറിയാം, ചിന്തിക്കാനും അറിയാം. അവർക്ക് ആഗോളതലത്തിൽ ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അവർക്ക് മനസ്സിലായി അടുത്ത ഒരു 50 കൊല്ലത്തേക്ക് BJP ആയിരിക്കും ഇന്ത്യ ഭരിക്കുന്നത്. ഈ 50 കൊല്ലത്തേക്ക് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് വിശ്വാസം വരുന്നില്ലെങ്കിലും ക്രിസ്ത്യാനികൾക്ക് വിശ്വസിക്കാനുള്ള ബുദ്ധിയുണ്ട്. കാരണം 65 കൊല്ലം ഇന്ത്യ ഭരിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. ഇവിടെ ആർക്കും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പൊ ഇനി അടുത്ത ഒരു 50 കൊല്ലം BJP ഭരിക്കുമെന്ന് പറഞ്ഞാൽ അത് ആരും അവിശ്വസിക്കേണ്ട കാര്യമില്ല. അപ്പോൾ കോൺഗ്രസ് ദുർബലമാവുകയും BJP ശക്തമാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇനി എന്തെങ്കിലും നമുക്ക് നേട്ടമുണ്ടാവണമെങ്കിൽ, സഭയിലെ കുഞ്ഞാടുകൾക്ക് ഭാവി ഉണ്ടാവണമെങ്കിൽ BJPയുടെ കൂടെ നിൽക്കണം എന്നുള്ള തിരിച്ചറിവ് സഭാ നേതൃത്വങ്ങൾക്കുണ്ടായിട്ടുണ്ട്.
അടിത്തട്ടിൽ ധാരാളമായിട്ട് അത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് വരണമെങ്കിൽ അല്പസമയം എടുക്കും എന്നുള്ളതാണ് നമ്മൾ ഇനി അവശേഷിക്കുന്ന ഒരു കാര്യം. അതായത് 100 cc ബൈക്ക് തിരിക്കുന്ന പോലെ ട്രെയിൻ തിരിക്കാൻ പറ്റിയ ഈ ക്രൈസ്തവ സഭകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ സംവിധാനമാണ്. അതായത് ഇന്ത്യ ഗവൺമെന്റിനെ വെല്ലുവിളിക്കാൻ കഴിയുന്ന അത്രയും സാമ്പത്തിക ശേഷിയുണ്ട്, സംഘടനാ ശക്തിയുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളുണ്ടെന്നൊക്കെ പറയുമ്പോൾ അതങ്ങനെ പറഞ്ഞു പോയാൽ പോരാ. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ഇപ്പോ ചങ്ങനാശ്ശേരി അതിരൂപതകൾ ഇന്ത്യയിൽ ഒത്തിരിയുണ്ട്. അതിൽ ചങ്ങനാശ്ശേരി ഒരു ഉദാഹരണമായിട്ട് എടുക്കുക. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിൽ വരുന്ന സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ, ഇതിന്റെ എല്ലാം കൂടെ എണ്ണം എടുത്താൽ ഇന്ത്യയിൽ ആകെയുള്ള അമൃതാനന്ദമയി മഠത്തിന്റെയും സത്യസായി ബാബയുടെയും ശ്രീ ശ്രീ രവിശങ്കറിന്റെയും NSS SNDP പോലെയുള്ള സമുദായ സംഘടനകളുടെയും ഇന്ത്യയിലാകെയുള്ള സ്ഥാപനങ്ങളുടെ എണ്ണം ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് കീഴിലുള്ള ക്രൈസ്തവരുടെ സ്ഥാപനത്തിന്റെ ഒപ്പം വരില്ല. അപ്പൊ കാര്യം മനസ്സിലായല്ലോ, എത്ര വലിയ പാരലൽ ഗവൺമെന്റ് ആണ് ക്രൈസ്തവ സമൂഹം. അവർക്ക് ഈ രാജ്യത്ത് നിലനിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഉണ്ടായേ പറ്റും. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ആര് ഭരിക്കുന്നു അവരുടെ കൂടെ നിൽക്കണം എന്നുള്ള സാമാന്യ ബുദ്ധി ക്രൈസ്തവർക്ക് ഉണ്ടായിട്ടുണ്ട്. അത് മേലെ തലം മുതൽ താഴെ തലം വരെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ മാറ്റം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലടക്കം നമ്മൾ ചില പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് കേട്ടതാണ്. പ്രത്യേകിച്ചും ചില ക്രിസ്ത്യാനികളുടെ അവർ പബ്ലിക്കായിട്ട് വന്ന് പറയുന്നത് ഞങ്ങൾ വോട്ട് ചെയ്തത് BJPക്കാണ്, ഇരു മുന്നണികളും ഞങ്ങളെ സഹായിക്കുന്നില്ല, ഞങ്ങളെ പല വിഷയങ്ങളിലും കഴിയൊഴിയുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളതെന്നൊക്കെ, പ്രത്യേകിച്ചും ഈ മുനമ്പത്തിൻ്റെ കാര്യത്തിലൊക്കെ. അതുപോലെ തന്നെ നേരത്തെ ഈ എറണാകുളത്ത് നടക്കം നിരവധി ക്രിസ്ത്യാനികൾ BJPയിലേക്ക് മാറുന്നു തുടങ്ങിയ റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടായി. അതായത് എന്താണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ തൃപ്തിപ്പെടുത്തുക, അവരെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് മാത്രം ഇരു മുന്നണികളും LDFും കോൺഗ്രസും മാറിത്തീരുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയല്ലേ ക്രിസ്ത്യാനികളുടെ ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും അതെ. കാരണം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന് വേണ്ടിയുള്ള അവസാനത്തെ പോരാട്ടമാണ്. വളരെ കുപ്രസിദ്ധമായിട്ടുള്ള 80:20 എന്ന് പറയുന്ന ന്യൂനപക്ഷ അവകാശം ഉണ്ടല്ലോ. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു. ആ മാറ്റിവെക്കപ്പെട്ട അവകാശങ്ങളിൽ 80% മുസ്ലിമിന്, 20% മറ്റുള്ളവർക്ക്. 20% ക്രിസ്ത്യാനിക്കെന്നല്ല, ബാക്കി എല്ലാവർക്കും കൂടെ. അതായത് ജനസംഖ്യ ആനുപാതികമായിട്ട് കിട്ടുന്നില്ല. അട്ടിമറിച്ചു. കാരണം സംഘടിത വോട്ട് മുസ്ലിമിന്റെ കയ്യിലുണ്ട്. ഏതായാലും അതിന്റെ പ്രതിഫലനമാണ് ഇപ്പോ പറഞ്ഞതുപോലെ പാലക്കാട്, ചേലക്കരയില്, വയനാട്ടില് ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ബൂത്തുകൾ എടുത്ത് പരിശോധിച്ചാൽ അറിയാം, അവിടെയൊക്കെ BJPക്ക് വോട്ട് കൂടിയിട്ടുണ്ട്. ചിലയിടത്തൊക്കെ 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തും വന്നിട്ടുണ്ട് BJP. കാരണം ഇതിനു മുമ്പ് ഒരിക്കലും അത്തരം സ്ഥാനങ്ങളിലേക്ക് വരാത്ത BJP അവിടെ 1ാം സ്ഥാനത്തേക്ക് 2ാം സ്ഥാനത്തേക്കും വന്നു. ചേലക്കര വളരെ വ്യാപകമായിട്ട് വന്നു. പാലക്കാട് ക്രിസ്ത്യൻ വോട്ട് കുറവാണ്, എങ്കിലും പോക്കറ്റുകളിലുണ്ടായി. എന്നാൽ വയനാട്ടിൽ 1,30,000-ഓളം ക്രിസ്ത്യൻ വോട്ടുകളുള്ള മിക്ക പ്രദേശങ്ങളിലും, ശക്തമായ പ്രദേശങ്ങളിലൊക്കെ ഈ സ്വിംഗ് ഉണ്ടായിട്ടുണ്ട്. ഇത് വളരെ വ്യക്തമായ സൂചനയാണ്. അതായത് ക്രൈസ്തവ വോട്ടുകൾ BJPയിലേക്ക് മാറുന്നു. ഇതൊരു താൽക്കാലിക പ്രതിഭാസമായിരിക്കില്ല, ഇതൊരു ഒഴുക്കിന്റെ ആരംഭം മാത്രമാണ്. അതേസമയം ഈ മുന്നണികൾ പറയുന്നത് ഇതിൽ BJP വിളവെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഒരു ക്രിസ്ത്യൻ വിരോധം, ക്രിസ്ത്യാനികൾക്കിടയിൽ ഒരു ഇസ്ലാം വിരോധം സൃഷ്ടിച്ചുകൊണ്ടാണ് തങ്ങളുടെ ഭാഗത്തേക്ക് ക്രിസ്ത്യാനികളെ കൂടെ നിർത്തുന്നത്. ഇത് തീർത്തും തെറ്റായ കാര്യമാണെന്നാണ് അവര് ആരോപിക്കുന്നത്. അല്ല, ആ ആരോപണത്തിൽ യാതൊരു കഴമ്പുമില്ല. അതിന് 2 കാരണങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, ഈ വഖഫ് നിയമം വന്നപ്പോ ആ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് ആരാണ്? ക്രിസ്ത്യാനികളല്ല, മറ്റാരുമല്ല. വഖഫ് ബോർഡ്, വഖഫ് ട്രിബ്യൂണലാണ്. അവർ ആ നോട്ടീസ് കൊടുത്തതോടു കൂടിയാണല്ലോ വിഷയം ഉയർന്നു വന്നത്. അപ്പോൾ കൃത്യമായും ഈ അജണ്ട മുന്നോട്ട് കൊണ്ടുവന്നത് ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാം അവരുടെ ആക്ഷൻ പ്ലാനാണ്. ഈ ആക്ഷൻ പ്ലാന് സമയബന്ധിതമായിട്ട് നടപ്പാക്കിയതാണ്. നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് 14 ദിവസം മുൻപാണ് ഇന്ത്യയിലെമ്പാടും ഉണ്ടായിരുന്ന 4.5 ലക്ഷം ഏക്കർ വഖഫ് ഭൂമി എന്നുള്ളത് 7 ലക്ഷത്തിലധികമായി മാറിയത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിലാണ് അത് 9.5 ലക്ഷം ഭൂമിയായിട്ട് മാറിയത്. അപ്പോൾ വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആക്ഷൻ പ്ലാൻ, അതിന്റെ ഇരയായി തീർന്നത് മഹാഭൂരിപക്ഷവും
മുസ്ലിങ്ങൾ തന്നെയാണ്, അതിനുശേഷം ഹിന്ദുവാണ്, അവസാനം മാത്രമാണ് ക്രിസ്ത്യൻ. പക്ഷെ കേരളത്തിൽ വരുമ്പോൾ ക്രിസ്ത്യൻ മേഖലയെ കൂടുതൽ ബാധിച്ചു എന്നുള്ളതാണ് അതിന്റെ സത്യം. അതെ. അപ്പൊ എന്തായാലും ക്രിസ്ത്യാനികളുടെ ഒരു ഒഴുക്ക് BJP-യിലേക്കാണ്. അത് വെറും താൽക്കാലിക ഒഴുക്കല്ല, വലിയൊരു ഇനി BJP ആണ് ഇന്ത്യയുടെ ഒരു ഭാവി എന്ന ആ ഒരു രാഷ്ട്രീയമാണ് ഇന്ത്യയുടെ ഭാവി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ചുവടുമാറ്റം തന്നെയായിട്ടാണ് നമുക്കതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്, അല്ലേ സർ? തീർച്ചയായിട്ടും. കാരണം ഇതൊരു കാലത്തിന്റെ അനിവാര്യത കൂടിയാണ്. നമ്മള് വഖഫ് എന്നൊക്കെ പറയുമ്പം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം കൊടുത്ത വഖഫാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും. വഖഫ് മേടിച്ചുകൊണ്ട് പോയതാണ്. അതിന്റെ വഞ്ചന എത്ര ഗംഭീരമാണെന്ന് നോക്കണം. പാകിസ്ഥാനിൽ നിന്ന് എല്ലാം ഇട്ടെറിഞ്ഞ് ഇന്ത്യയിലേക്ക് ഓടിപ്പോന്ന ഹിന്ദുവിന്റെ മുഴുവൻ സ്വത്തും അവിടെ സർക്കാർ ഏറ്റെടുത്ത് അവിടുത്തെ മുസ്ലിമിന് കൊടുത്തു. എന്നാൽ ഇന്ത്യയിൽ നിന്ന് സ്വത്തുക്കൾ ഉപേക്ഷിച്ച് പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിങ്ങൾ, ആ മുസ്ലിങ്ങളുടെ സ്വത്ത് ജവഹർലാൽ നെഹ്റു ഏറ്റെടുത്ത് വഖഫ് ബോർഡിന് കൊടുത്തു. എന്ന് പറഞ്ഞാൽ പോയവർക്ക് തന്നെ തിരിച്ചു കൊടുത്തു. ഇതല്ലേ ഈ ഒരു വഞ്ചനയാണ് ഇവിടെ അടിസ്ഥാനപരമായിട്ട് നടന്നത്. ആ വഞ്ചനയുടെ തുടർന്ന് പിന്നെ 1995 വഖഫ് ബോർഡിന് ഭരണഘടനയ്ക്ക് മുകളിൽ അധികാരം കൊടുത്തു. 2013 വീണ്ടും വഖഫ് ട്രിബ്യൂണലിന് ഇന്ത്യയിലെ കോടതികൾക്ക് മുകളിലും അധികാരം കൊടുത്തു. അപ്പോൾ ഇന്ത്യയിലെ ഭരണഘടന, കോടതി, പാർലമെന്റ്, ഇതിന്റെ മുകളിൽ വഖഫ് ബോർഡും വഖഫ് ട്രിബ്യൂണലും ഉറപ്പിച്ചു നിർത്തിയത് കോൺഗ്രസ് ആണ്. ഇതുപോലെ ഒരു സഹായം ക്രിസ്ത്യാനിക്ക് കൊടുത്തിട്ടില്ല. അപ്പൊ ക്രിസ്ത്യാനിയെ കൊള്ളയടിച്ച് മുസ്ലിമിന് എന്തും കൊണ്ടുപോകാവുന്ന അധികാരം ഈ കോൺഗ്രസ് ചെയ്തു കൊടുത്തു എന്ന് ക്രിസ്ത്യാനികൾക്ക് ബോധ്യമായപ്പോൾ ഇനി ഈ കൂടെ നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതെ, ക്രിസ്ത്യാനികൾക്ക് തിരിച്ചറിവ് വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എന്തായാലും ചർച്ചയിൽ പങ്കെടുക്കുന്നത് വളരെയധികം നന്ദി സർ.